لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് വീടുകളിലും വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ക്ലാസ് പവിത്രമാക്കപ്പെട്ട റജബ് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായിട്ട് നിശ്ചയിച്ചതാണ്. അത് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തെ അത് പവിത്രമാണ്, അതിൽ ചെയ്യാൻ പാടുള്ളത് പാടില്ലാത്തത് ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അനവധി കാര്യങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ, കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ ഓരോ സംഗതികളുടെയും പേരിൽ ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റജബ് മാസത്തെ സംബന്ധിച്ചും ഒരുപാട് സംഗതികൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട്. ഒരുപാട് പോസ്റ്ററുകൾ, ദിക്റുകളുടെ പേജുകൾ, ദുആകളുടെ നോട്ടീസുകൾ, അതുപോലെ തന്നെ 2-2.5 മിനിറ്റൊക്കെയുള്ള വീഡിയോ ക്ലിപ്പുകൾ, ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നു നരകം അടച്ചുപൂട്ടിയിരിക്കുന്നു, സ്വർഗം അലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധമായ റജബിൽ ചോദിക്കുന്നതെന്തും വാരിക്കോരി നൽകും. അങ്ങനെ ഓരോ സംഗതികൾ പറയാൻ. റജബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജബുൻ ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസമാണ് റജബ്. ഷഅബാൻ ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാനാകട്ടെ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള വചനങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല, ഈ റജബിൽ ഏതെങ്കിലും ഒരു ദിവസം, ഒരു രാത്രിയിൽ
ഫീ ലൈലത്തിൻ മിൻ ലയാലി റജബ്, റജബിന്റെ രാവുകളിൽപ്പെട്ട ഒരു രാത്രിയിൽ ആരെങ്കിലും 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് അത് പാരായണം ചെയ്താൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പറയാൻ അവൻ 100 വർഷം നോമ്പ് നോറ്റുവനെ പോലെയാണ്. ഫകഅന്നമാ സ്വാമ മിഅത സനതിൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 100 വർഷം നോമ്പ് നോറ്റവനെ പോലെയാണ്. എന്ത് ചെയ്താൽ? റജബിൻ്റെ രാവുകളിൽപ്പെട്ട ഒരു രാത്രിയിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തൗഹീദ് പാരായണം ചെയ്താൽ വറസഖഹുല്ലാഹു ഫിൽ ജന്നതി മിഅത ഖസ്റിൻ, അവന് 100 വർഷത്തെ നോമ്പിൻ്റെ കൂലി മാത്രമല്ല, സ്വർഗീയ ലോകത്ത് 100 കൊട്ടാരങ്ങൾ അവന് നൽകും. 100 കൊട്ടാരങ്ങൾ നൽകുക എന്ന് മാത്രമല്ല, കുല്ലു ഖസ്റിൻ ഫീ ജിവാരി നബിയ്യിൻ മിനൽ അംബിയാ, അംബിയാ മുർസലീങ്ങളിൽപ്പെട്ട ഓരോ നബിമാരുടെ ജിവാറിലായിരിക്കും, അഥവാ സമീപത്തായിരിക്കും, അയൽപ്പക്കത്തായിരിക്കും ഈ കൊട്ടാരങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തിലുള്ള സത്യമെന്ത്, മിഥ്യയെന്ത്, ഏതാണ് നെല്ല്, ഏതാണ് പതിര്, ഏതാണ് ഹക്ക്, ഏതാണ് ഹക്കല്ലാത്തത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റജബ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ മിമ്പറുകളിൽ വെച്ച് പോലും പ്രാർത്ഥനകൾ, ഇപ്പം ഇന്നിവിടെ ഈ ഖുത്ബയിലൊക്കെ അത് തെറ്റാണെന്ന് പറയുകയുണ്ടായി. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നുള്ള പ്രാർത്ഥനകൾ. സത്യത്തിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ചില ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. എങ്കിലും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നതുകൊണ്ട് അത് പ്രാമാണികമാകുകയില്ല. അതിൻ്റെ നിവേദക പരമ്പര അത് ന്യൂനതകളിൽ നിന്ന് മുക്തമാകേണ്ടതുണ്ട്. ഇപ്പം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കാറുള്ളതാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എന്താ അർത്ഥം? അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ, വബല്ലിഗ്നാ റമളാൻ, റമളാൻ ഞങ്ങൾക്ക് എത്തിച്ചു നൽകണമേ എന്ന നല്ല ആശയമുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു, പറഞ്ഞു എന്ന് കൃത്യമായി സ്ഥിരപ്പെട്ടിട്ടില്ല, വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. കാരണം ഇത് ഈ ഹദീസ് എന്ന് പറയുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ, ഇമാം തബ്റാനി അദ്ദേഹത്തിൻ്റെ ഔസ്വത്തിൽ, അതുപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ, ഇമാം അബൂ നുഐം അദ്ദേഹത്തിൻ്റെ ഹിലിയത്തുൽ ഔലിയ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ദുർബലമായിട്ടുള്ള വചനമാണെന്ന് നമ്മൾ പറയുന്നത്? ഇതിൻ്റെ പരമ്പരയിൽ, നിവേദക പരമ്പരയിൽ പ്രധാനമായിട്ടും ന്യൂനതകളേറെ ആരോപിക്കപ്പെട്ടിട്ടുള്ള, ന്യൂനത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള 2 ആളുകളുണ്ട്. ഒന്ന് സിയാദൻ നുമൈരി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് 7-ാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള ഇമാം ഹാഫിളു ദഹബിയുടെ മീസാനുൽ ഇഅ്തിദാൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. ആ വ്യക്തിയെ ലഅഫഹു ഇബ്നു മഈൻ. ഇബ്നു മഈൻ എന്ന് പറയുന്നത് ഹദീസ് നിദാന ശാസ്ത്ര ലോകത്ത് മുടിചൂടാമന്നനാണ്. അദ്ദേഹം പറയാണ് അദ്ദേഹം ദുർബലനാണ്. വഖാല അബൂ ഹാത്തിം റഹിമഹുല്ലാ ലാ യുഹ്തജ്ജു ബിഹി. ഇമാം അബൂ ഹാത്തിം റഹിമഹുല്ല പറയാണ് അദ്ദേഹത്തെ തെളിവിന് സ്വീകരിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹിബ്ബാൻ പറയുകയാണ് ലാ യജൂസുൽ ഇഹ്തിജാജു ബിഹി. അദ്ദേഹത്തിൻ്റെ ആ വചനങ്ങൾ ഹുജ്ജത്തിന് കൊള്ളുകയില്ല എന്നാണ്. ഇതൊക്കെ മീസാനുൽ ഇഅ്തിദാൽ എന്ന് പറയുന്ന കിതാബിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രാർത്ഥന, ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ പ്രാർത്ഥന അത് നബി പറഞ്ഞതാണ് എന്നുള്ള നിലക്ക് പറയുമ്പോഴാണ് അതിന് കുഴപ്പം. അതേ അവസരത്തിൽ നമുക്ക് റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യണേ, റമളാനിലെ ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വിരോധമല്ല. പക്ഷേ എന്താണ് നമുക്കുള്ള വിയോജിപ്പ്?
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്ഥിരപ്പെടാത്തൊരു കാര്യം പറയുമ്പോഴാണ് നമുക്ക് വിയോജിപ്പ്. എന്ന് മാത്രമല്ല, ഈ ഹദീസിനെ സംബന്ധിച്ച് ഇപ്പം മീസാനുൽ ഇഅ്തിദാലിലെ കാര്യം നമ്മൾ പറയേണ്ടായി. ഹിജ്റ 852 വഫാത്തായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ. ഈ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ കംപ്ലീറ്റ് പഠിച്ച ആളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1,00,000 ഹദീസുകൾ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ആ നിലക്കാണ് ഹാഫിദ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹാഫിദ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഹ്ദീബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഈ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് തുടങ്ങുന്ന, അതിൻ്റെ സനദിലുള്ള സായിദത്ത് ബിൻ അബി റുഖാദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ല പറയുന്നു, മുൻകറുൽ ഹദീസ്, അദ്ദേഹത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. വഖാല നസായി റഹിമഹുല്ലാ, ഇമാം നസായി തങ്ങൾ പറയുന്നു മുൻകറുൽ ഹദീസ്. അപ്പം ഇങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് സഹോദരങ്ങളെ. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് ഒരു വിഷയമാക്കിയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമുഖമായി ഇത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പവിത്രമായ മാസമാണെന്ന് പറഞ്ഞല്ലോ. എവിടെയാണ് പവിത്രമായ മാസം എന്ന് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ അത് സൂചന നൽകി. 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 36-ാം വചനത്തിൽ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം. അല്ലാഹു തആല പറയുകയാണ്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി, തീർച്ചയായും മാസങ്ങളുടെ എണ്ണം, അത് പടച്ച റബ്ബിന്റെ അടുക്കൽ 12 ശഹ്റാ 12 എണ്ണമാകുന്നു. അത് ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ആ സന്ദർഭത്തിൽ തന്നെ അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പറയുന്നു, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. ഈ 4 പവിത്രമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ദാലിക അദ്ദീനുൽ ഖയ്യിം, അതാണ് ഉജ്ജ്വലമായിട്ടുള്ള ശക്തമായിട്ടുള്ള മതം. എന്ന് മാത്രമല്ല, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ അതിൽ സ്വന്തം ദേഹങ്ങളോട് അക്രമങ്ങൾ ചെയ്തേക്കരുത് എന്ന് പറയുകയുണ്ടായി. ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞല്ലോ. ഏതാണ് 4 മാസം? 12 മാസങ്ങളിലെ 4 പവിത്രമാണ് എന്ന് പറഞ്ഞു. ആ 4 ഏതാണ് എന്ന് സഹീഹുൽ ബുഖാരിയുടെ 4662 വചനത്തിൽ പറയുകയാണ്. അൻ അബീ ബക്ർ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇന്ന الزمان قد استدار كهيئته, നിശ്ചയം കാലം അതിൻ്റെ രൂപത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, കറങ്ങുകയാണ്. യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച അന്ന് മുതൽ, അസ്സന, ഒരു വർഷം എന്ന് പറയുന്നത് 12 ശഹ്റാ 12 മാസമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. സലാസുൻ മുതവാലിയാത്ത്, 3 തുടർച്ചയായ മാസമാണ്. ഏതാ 3? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അത് തുടർച്ചയായ 3 മാസങ്ങൾ. 4-മത്തതോ വറജബ് മുളറ, മുളറുകാര്, മുളർ എന്ന് പറഞ്ഞ ഒരു ഗോത്രാണ്. അവർ ഈ റജബ് മാസത്തെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു, അവരതിന് പ്രത്യേകത കൽപ്പിച്ചിരുന്നു. അപ്പോൾ വറജബു മുളറ, മുളറുകാരുടെ ആ റജബ് മാസവും, റജബ് എന്ന് പറഞ്ഞാൽ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദൽ ഉഖ്റ, അതുപോലെ ഷഅബാൻ, ഇതിനിടയിലുള്ള റജബ്, ഈ 4 മാസങ്ങൾ. അപ്പോൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്, ഇതാണ് 4 മാസങ്ങൾ പവിത്രമായിട്ടുള്ളത്. ഈ റജബ്, ഇതിന് ഒട്ടേറെ പേരുകൾ ചരിത്രത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഷഹ്റുൻ മുതഹിർ എന്ന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന ഒരു മാസം എന്നുള്ള നിലക്കാണ് അങ്ങനെ നൽകപ്പെട്ടിട്ടുള്ളത്.
അതുപോലെ തന്നെ പക്ഷേ ഇതൊന്നും ഇങ്ങനെ പല പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഷഹറുൻ അസ്വം, ഷഹറുൽ അസ്വബ് എന്നൊക്കെയുള്ള പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അത് പ്രാമാണികമായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധം നിഷിദ്ധമായതുകൊണ്ട്, സംഘട്ടനങ്ങളില്ലാത്തത് കൊണ്ട്, വാളും പരിചയം എടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള പേരുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അൽ ഹാവി അൽ കബീർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, വസുമ്മിയ അസം, ഈ റജബ മാസത്തിന് എന്തുകൊണ്ടാണ് ഷഹ്റുൻ അസം എന്ന് പേര് വിളിക്കപ്പെട്ടത്? ലിഅന്നല്ലാഹ തആല ഹറമ ഫീഹിൽ ഖിതാൽ, അതിൽ യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. റജബ മാസത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണ്, ഈ മാസത്തിൽ യുദ്ധം ഹറാമാണ്. അപ്പോൾ യുദ്ധം ഹറാമായപ്പോൾ എന്തുണ്ടായി? ഫലാ യുസ്മഉ ഫീഹി സഫകു ദമിൻ, രക്തം ഒഴുക്കുന്ന രക്തച്ചൊരിച്ചിൽ ഇതിൽ കേൾക്കുന്നില്ല. വലാ ഹറകത സിലാഹിൻ, ആയുധത്തിൻ്റെ ചലനങ്ങളും ഇതിൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ ഈ മാസത്തിന് വന്നിട്ടുണ്ട്. 4 മാസം ഏതാണ് എന്ന് പറയുകയുണ്ടായി. ഈ 4 മാസങ്ങളിലും യുദ്ധം നിഷിദ്ധമാണ് എന്ന് പറയുകയുണ്ടായി. പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു ജയ്ഷ് റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിൻ്റെ ഏതാനും കൂട്ടുകാരും ഈ മാസത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് പോകുകയുണ്ടായി. ആ സംഭവത്തെ സംബന്ധിച്ച് അവർ വിചാരിച്ചത് ജമാദുൽ ഉഖ്റയുടെ അവസാന ദിവസമാണെന്നാണ്. പക്ഷേ റജബിൻ്റെ ആദ്യ ദിവസമായിരുന്നു. യുദ്ധം ചെയ്തു, ഒരാൾ കൊല്ലപ്പെട്ടു. മുശ്രിക്കീങ്ങൾ അവർ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ പവിത്രമായ മാസങ്ങൾ വലിയ ആദരവോടുകൂടെ കണ്ടിരുന്നതാണ്. അവർ ആക്ഷേപ സ്വരങ്ങൾ ഉയർത്തിവിട്ടു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 217-ാമത്തെ ആയത്ത് അവതരണമാകുകയുണ്ടായി. എന്താണ് ആ ആയത്ത്? യസ്അലൂനക, മുഹമ്മദ് നബിയെ അവർ നിന്നോട് ചോദിക്കുന്നു, അനിശ്ശഹരിൽ ഹറാം, പവിത്രമായ മാസത്തെ സംബന്ധിച്ച്, ഖിതാലിൻ ഫീഹി, ആ പവിത്രമായ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കുൽ, മുഹമ്മദ് നബിയെ അങ്ങ് പറയുക, ആ പവിത്രമായ മാസത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഖിതാലുൻ ഫീഹി കബീർ, അതിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് വമ്പിച്ച അപരാധമാണ്. അതെ, ഈ മാസത്തിൽ യുദ്ധം ചെയ്യുക, ഇതുപോലെ ഈ 4 മാസങ്ങളിലും യുദ്ധം ചെയ്യുക എന്നുള്ളത് വമ്പിച്ച അപരാധമാണ് എന്നുള്ളതാണ്. ആ സ്വഹാബികൾ സത്യത്തിൽ ചെയ്തിട്ടുള്ളത്, അവർക്ക് ആ ദിവസങ്ങൾ മാസം പിറന്നോ എന്നുള്ള നിശ്ചയമില്ലാതെ പോയത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇസ്ലാം യുദ്ധത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു മതമല്ല. പക്ഷേ പ്രതിരോധം എന്നുള്ള നിലക്ക്, അതുപോലെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് ഒക്കെ ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും പ്രിയമുള്ളവരെ, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ യുദ്ധം അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? 5-ാം അധ്യായം സൂറത്തുൽ മാഇദ അതിൻ്റെ 2-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഹില്ലൂ ശആഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. ആദരവോടുകൂടെ മാത്രമേ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ നോക്കിക്കാണാൻ വേണ്ടി പാടുള്ളൂ. അതിനെ നിങ്ങൾ അനാദരിക്കരുത്, അതിനോട് ബഹുമാനക്കുറവ് കാട്ടരുത് എന്ന് പറയുകയുണ്ടായി. എന്താണ് ഈ അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ? അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി, സൊഫയും മറുവയും കഅബയും ഖുർആനും ബാങ്കും, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ബലിമൃഗങ്ങൾ, അങ്ങനെ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാകുന്നു. ആ ചിഹ്നങ്ങളെയും വലശ്ശഹ്റൽ ഹറാം, പവിത്രമായ മാസത്തെയും അത് അനാദരിക്കരുത്, അതിനോട് ബഹുമാനക്കുറവുണ്ടാകരുത് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിൻ്റെ 32-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഈ അള്ളാഹിൻ്റെ ചിഹ്നങ്ങളുണ്ടല്ലോ, പള്ളി അള്ളാഹിൻ്റെ ചിഹ്നമാണ്, ദീനീ സ്ഥാപനമായൊരു മദ്രസ അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്, അതിനോടൊക്കെ ബഹുമാനവും ആദരവും ഉണ്ടാകണം.
ആ ആദരവെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള ഭക്തിയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ബാങ്കൊക്കെ കൊടുക്കുമ്പോൾ അതിന് ജവാബ് നൽകണം. പള്ളി അതിലേക്ക് നമ്മൾ മറ്റുള്ള ഒരു കടയിലേക്ക് ഓടിക്കയറുന്നത് പോലെ അങ്ങനെയല്ല പള്ളിയിലേക്ക് പോകേണ്ടത്. ഒരു ആദരവ് വേണം, അച്ചടക്കം വേണം, പ്രാർത്ഥന വേണം, ഭവ്യത വേണം എന്നുള്ളതാണ്. അതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം അരുത്, ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങേറ്റത്തെ ജാഗ്രതയുണ്ടാകണം. അൽ ഹദറു മിനൽ വുഖൂഇ ഫിൽ മആസി വൽ ആസാമി തഖ്ദീറൻ ലിമാ ലഹാ മിൻ ഹുർമ. ഈ മാസത്തിനുള്ള പവിത്രത കണക്കെടുത്തുകൊണ്ട് പാപങ്ങളിലും തിന്മകളിലും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിലൊക്കെ വീഴുന്നത്, അതിലൊക്കെ നമ്മൾ പെട്ടുപോകുന്നത്, അതിനെ സംബന്ധിച്ച് നമുക്ക് ജാഗ്രതയുണ്ടാവണം. അതുകൊണ്ട് പാപങ്ങളും തിന്മകളും നല്ലവണ്ണം കുറക്കാൻ, നമ്മിൽ നിന്ന് പാപങ്ങളില്ലാതെ ആവാൻ വേണ്ടിയിട്ട് ഉള്ള ജാഗ്രത ഈ മാസം എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകണം. ഏത് ഘട്ടത്തിലും. അതാണല്ലോ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, എന്താ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ തത്വം. രാവാകട്ടെ പകലാകട്ടെ ഏത് ദിവസമാകട്ടെ, ടൂർ പോകുന്ന ദിവസമായാലും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒഴിവുള്ള, ഇപ്പോൾ ജോലി ഇല്ലാത്തൊരു ദിവസം, ഹോളിഡേ അന്നാവട്ടെ, എല്ലാ ദിവസവും നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, പാപങ്ങൾ വിട്ടു നിൽക്കണം. എന്നാൽ പവിത്രമായ മാസങ്ങളിൽ ഒരു പടി കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ജാഗ്രതയുടെ വിഷയത്തിൽ, സൂക്ഷ്മതയുടെ വിഷയത്തിൽ ഒന്നുകൂടെ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, റജബെന്ന് പറയുന്ന മാസം തൗബയുടെ മാസമാണെന്നും ഷഅബാൻ സ്നേഹത്തിൻ്റെ മാസമാണെന്നും റമളാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മാസമാണെന്നുമൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷഅബാൻ എന്ന് പറയുന്നത്, റജബ് എന്ന് പറയുന്നത് വിത്ത് ഇടുന്ന അല്ലെങ്കിൽ വിത്ത് നടുന്ന ആ മാസമാണെന്നും, ഷഅബാൻ എന്ന് പറയുന്നത് നനക്കുന്ന, ആ വിത്ത് മുളച്ച് നനക്കുന്ന മാസമാണെന്നും, റമളാൻ എന്ന് പറയുന്നത് കൊയ്യാനുള്ള, ഫലങ്ങൾ കൊയ്യാനുള്ള മാസമാണ് എന്നുമൊക്കെ പ്രവാചകന്റെ വചനങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും അടിസ്ഥാനമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കൂട്ടരെ, നിങ്ങൾ നോക്കൂ, നമസ്കാരങ്ങൾ ഈ മാസത്തിൽ ചില ആളുകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്, പിന്നെ അറവ് നടത്തുന്നു, അതുപോലെ തന്നെ ഉംറ നിർവഹിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരാഘോഷം കണക്കെ ഭക്തി പ്രസരിപ്പിക്കുന്ന അങ്ങനെയുള്ള സമ്മേളനങ്ങൾ ഈ മാസം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമസ്കാരങ്ങളെക്കുറിച്ചൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനായിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുമ്പോൾ റജബിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ ഒരു നമസ്കാരം, ആ നമസ്കാരം എന്ന് പറയുന്നത് അന്ന് രാത്രി അല്ലെങ്കിൽ പകല്, അതല്ല എങ്കിൽ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിൽ നമസ്കാരം, അല്ലെങ്കിൽ റജബിൻ്റെ പകുതി, റജബ് 15 രാത്രിയിലുള്ള നമസ്കാരം, അല്ലെങ്കിൽ റജബ് 27 നമസ്കാരം. ഇങ്ങനെയൊക്കെയുള്ള നമസ്കാരങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ രാവിൽ, വെള്ളിയാഴ്ച രാവിൽ, റജബ് 15, റജബ് 27. മഹാനായിട്ടുള്ള ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന് അൽ മൗലൂആത്ത് എന്ന് പറയുന്ന കിതാബ്, മൗലൂആത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് കെട്ടിച്ചമച്ച ഹദീസുകൾ, അതിനാണ് മൗലൂ എന്ന് പറയുക. അതായത് ഒട്ടും അടിസ്ഥാനമില്ലാത്ത,
അങ്ങനെയുള്ള വചനങ്ങൾ എഴുതിയിട്ടുള്ള അത് ശേഖരിച്ചിത ഇത് മൗലൂആത്താണ്, ഇത് മനുഷ്യനിർമ്മിതമാണ്, ഇത് റസൂലുള്ള പറഞ്ഞതല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥം ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഇബ്നുൽ ജൗസിയുടെ മൗലൂആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ റജബിലെ നമസ്കാരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതിനോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരം ഉണ്ടല്ലോ, അത് ജനങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധമാണ്. അതെന്ന് പറയുന്നത് നമസ്കാരത്തിന് ലോകത്ത് പല ഭാഗത്തും സാധാരണ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരാത്ത ആളുകൾ അതിന് പങ്കെടുക്കും. എന്താണ് അതിൻ്റെ പോരിഷ കാരണം? അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്നാണ്. കടലിലെ ചെളിയോളം, കടലിൽ എത്ര നുരയുണ്ടോ അത്ര പാപങ്ങൾ. ഇതിൽ പറയാണ് വലൗകാനത്ത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം വഅദദുർ റമൽ, ഈ ഭൂമുഖത്ത് എത്ര മൺതരികളുണ്ടോ ആ മൺതരികൾക്ക് സമാനമായ അത്രയും പാപങ്ങൾ പൊറുക്കപ്പെടും. വസ്നൽ ജിബാൽ, എത്രയോ പർവ്വതങ്ങളുണ്ടോ ആ പർവ്വതങ്ങളുടെ തൂക്കം കണക്ക് അത്ര ഭാരമേറിയ പാപങ്ങളാണെങ്കിലും പൊറുക്കപ്പെടുന്ന. വറക്കുൽ അഷ്ജാർ, എത്ര സസ്യങ്ങളും വൃക്ഷങ്ങളും ഉണ്ടോ അതിലെത്ര ഇലകളുണ്ടോ ആ ഇലകളുടെ എണ്ണം പാപങ്ങൾ നിനക്കുണ്ടെങ്കിലും ഈ നമസ്കാരങ്ങൾ കൊണ്ടത് പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അതുപോലെ അവന് ശഫാഅത്ത് കിട്ടും പരലോകത്ത് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഷാഫി മദ്ഹബിലെ 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാഹ്, ഇമാം അബൂ സക്കരിയ മുഹിയുദ്ദീൻ യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നു. എന്താ പറയുന്നത്? സ്വലാത്തുർ റഗായിബ് വസ്വലാത്തുൽ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, റജബിൽ നിസ്കരിക്കുന്ന സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരം, അതുപോലെ ഷഅബാൻ 15-ന്റെ രാവിന് ബറാത്ത് രാവ് എന്ന് പറയുന്ന ആ രാത്രിയിൽ നിസ്കരിക്കുന്നത്, വഹുമ അവ രണ്ടും ബിദ്അതാനി അത് അനാചാരങ്ങളാകുന്നു, മദ്മൂമതാനി മുൻകറതാനി ആക്ഷേപിക്കപ്പെട്ട വെറുക്കപ്പെട്ട 2 ബിദ്അത്തുകളാകുന്നു എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മറ്റൊന്നാണ് പ്രാർത്ഥനാ രാവുകൾ ഈ മാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റജബില് അതായത് മൊത്തം 5 പ്രാർത്ഥനാ രാവുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 5 രാത്രികളിൽ അന്ന് പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല, അതായത് ദുആകൾ സ്വീകരിക്കപ്പെടും എന്നാണ്. അതിലൊന്ന് പറയുന്നത് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിൻ്റെ ആദ്യ രാത്രിയിലെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഹദീസാണോ? ഇത് ഹദീസല്ല. എന്ന് മാത്രമല്ല, ഹദീസ് ലോകത്തെ പണ്ഡിതന്മാർ, അതായത് ഹദീസ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഹദീസുകളുടെ വിഷയത്തിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, അവർ ഇത് പരിശോധിച്ചിട്ട് ഇത് ഒരു നിവേദക പരമ്പരകളോടുകൂടെ പ്രവാചകനിലേക്ക് എത്തുന്ന ഒരൊറ്റ വചനവും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, ബലഗന അന്നഹു കാന യുഖാൽ, നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും, ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ, പ്രാർത്ഥന 5 രാത്രികളിൽ സ്വീകരിക്കപ്പെടും എന്നാരാ പറയുന്നത്? അല്ലല്ല, റസൂലല്ല, സ്വഹാബത്തല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ അത് ഹദീസിൻ്റെ സ്ഥാനമില്ല, ഖുർആൻ്റെ സ്ഥാനം ഏതായാലുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയുമാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണം. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകമായ പ്രാർത്ഥനാ രാവുകൾ എന്നൊന്നില്ല. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഓരോ രാത്രിയിലും 365 ദിവസങ്ങളിൽ അതിൻ്റെ ഓരോ രാത്രികളിലും
ആ രാത്രിയുടെ 1/3 അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, അങ്ങനെ പ്രാർത്ഥനാ രാവുകൾ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഓരോ രാത്രിയും പ്രാർത്ഥനാ രാവുകളാണ്. അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. അതിൽ പറയാൻ, ഹദീസിൽ പറയാൻ, അല്ലാഹു യൻസിലു റബ്ബുന തബാറക വ തആല, നമ്മുടെ ഉന്നതനായ അനുഗ്രഹീതനായിട്ടുള്ള നമ്മുടെ രക്ഷിതാവ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും. എപ്പോ? രാത്രിയുടെ 1/3 അവശേഷിക്കുമ്പോൾ, രാത്രിയുടെ അന്ത്യയാമത്തിൽ. എന്നിട്ട് പറയും, മൻ യദ്ഊനി വമൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഫഅസ്തജീബ ലഹു, ഞാൻ അവന് ഉത്തരം ചെയ്യും. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇത് ഓരോ രാത്രിയിലുമുള്ള സംഗതിയാണ്. അപ്പൊ റജബിന്റെ ആദ്യ രാത്രി എന്നുള്ള അതിന് അടിസ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. ഒരു പുരോഹിതൻ, അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ പ്രസംഗിക്കുന്നത് അറിയോ? ഈ റജബിൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കണമെന്നാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരിക്കലും അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബിൽ എല്ലാ ദിവസവും നോമ്പ് നോക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, റജബിലെ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി സുന്നത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. സാധാരണഗതിയിൽ സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പാണ്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പാണ്. ഓരോ ചന്ദ്രമാസത്തിലെയും റമളാൻ ഒഴികെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പാണ്. ഹജ്ജിന് പോയിട്ടുള്ള, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ മാസമുണ്ടല്ലോ, ആ മാസം ആ 3 നോമ്പ് അയ്യാമുൽ ബീദ് അത് മറ്റുള്ള ദിവസങ്ങൾ നോക്കാവുന്നതാണ്. കാരണം അയ്യാമു തശ്രീഖ് അത് ഈദാണ്, ആഘോഷത്തിൻ്റെ ദിവസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം, ഹിജറ 633 വഫാത്തായ ഇബ്നു ദഹിയ റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ് ഈ വിഷയത്തിൽ, മാ സ്വഹ ഫീ ഫളി റജബ് വലാ ഫീ സിയാമിഹി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടത് സുന്നത്താണ് എന്ന് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം മാത്രമല്ല, മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ മനാറുൽ മുനീഫ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തബ്യീനുൽ അജബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, ലം യരിദ് ഫീ ഫളൽ ഷഹ്രി റജബ്, റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഫളല് വന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ എന്ത് പറയുന്നുണ്ട്? അത് പവിത്രമായ മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ നോമ്പോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. വലാ ഫീ സിയാമിഹി, നോമ്പ് വന്നിട്ടില്ല. വലാ സിയാമു ശൈഇൻ മിൻഹു മുഅയ്യൻ, നിർണിതമായ ഒരു ദിവസം നോമ്പ് നോക്കണം എന്നും വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ, പ്രത്യേകമായിട്ടുള്ള ഒരു രാത്രിയിൽ രാത്രി നമസ്കാരമുണ്ട് എന്നും വന്നിട്ടില്ല. ഫിഖ് സുന്നയുടെ കർത്താവ് സയ്യിദ് സാബിഖ് റഹിമഹുല്ലാഹ് അദ്ദേഹവും ആ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് റജബ് മാസമാണ്. റജബ് 27-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശയാത്ര നടത്തിയത്. മിഅ്റാജ് എന്ന് പറഞ്ഞുകൊണ്ട് മിഅ്റാജ് രാവിൻ്റെ അന്ന് നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഈ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് അതൊരു യാഥാർത്ഥ്യമാണ്, അത് നടന്നിട്ടുണ്ട്. പക്ഷേ അത് റജബിലാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേത് വർഷമാണ് എന്ന് ചില ആളുകൾ പറയുന്നത് ഹിജറക്ക് 1.5 വർഷം മുമ്പാണ് എന്നാണ്. ചില ആളുകൾ പറയുന്നത് ഹിജറക്ക് 6 മാസം മുമ്പാണ് എന്നുള്ളതാണ്.
ചില ആളുകൾ പറയുന്നത് അത് പിന്നെ റബീഉൽ അവ്വലിലാണ് എന്നാണ്. അങ്ങനെ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. അപ്പോൾ അന്നും നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ അത് സുന്നത്തല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഉംറയെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഉംറയാണ് ചെയ്തത്. റജബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തിട്ടില്ല എന്ന്, ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുന്നുണ്ട്. അറവ് നടത്തുന്ന കാര്യമുണ്ടല്ലോ, ഈ റജബിൽ അറവ് നടത്തുന്ന മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഷർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്നൽ അംറ ബിൽ അതീറ എന്നാണ് ഈ റജബിലെ അറവിനെ സംബന്ധിച്ച് പറയുക. ആ അതീറ എന്ന് പറയുന്ന അറവ് മൻസൂഖുൻ ഇൻദ ജമാഹീരിൽ ഉലമാ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അടുക്കലും അത് നെസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അഥവാ ആ നിയമം ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? സ്വഹീഹുൽ ബുഖാരിയുടെ 5474 വചനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ ഫറഅ വലാ അതീറ, ഫറഉമില്ല അതീറയുമില്ല. ഫറഅ് എന്ന് പറഞ്ഞാൽ അവ്വലു വലദിൻ ലിന്നാഖ, അതായത് ഒരു പെണ്ണൊട്ടകത്തിന് ഒന്നാമതായി ഉണ്ടാകുന്ന സന്തതി, അതിനാണ് ഫറ എന്ന് പറയുക. അതെന്ത് ചെയ്യും? യദ്ബഹൂനഹു ലിഅസ്നാമിഹിം, ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ വിഗ്രഹങ്ങൾക്ക്, ആരാധനാമൂർത്തികൾക്ക് ആ ഒന്നാമതായി ഉണ്ടാകുന്ന ഒട്ടകത്തിൻ്റെ കുട്ടിയെ അറവ് നടത്തുമായിരുന്നു. അപ്പോൾ ഇസ്ലാമിൽ ലാ ഫറഅ, അങ്ങനൊരു സമ്പ്രദായമില്ല. വല അതീറ, റജബിലുള്ള പ്രത്യേകമായ അറവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, റജബ് മാസം വന്നു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആത്മാക്കളുടെ പേരിൽ സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ട്. മരിച്ച ബാപ്പാന്റെ ആത്മാവിന് വേണ്ടി, ഉമ്മാന്റെ ആത്മാവിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. സത്യത്തില് മരണപ്പെട്ടവർക്ക് അങ്ങനെ ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് വഖഫ് സദഖത്തുൻ ജാരിയ, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്തൊരു ദാനധർമ്മം എന്ന് പറയുന്നത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മ് അതിന്റെ 38-39 വചനങ്ങൾ എന്താ പറയുന്നത്? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുക. എന്ന് മാത്രമല്ല, ഒരാൾക്ക് അയാൾ അധ്വാനിച്ചതേ ഉള്ളൂ, അയാളുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണ് അയാൾക്ക് കിട്ടുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഈ മാസം മറ്റൊരു കാര്യമാണെന്ത്? മരണപ്പെട്ട നമ്മുടെ കാരണവന്മാർ, മാതാപിതാക്കൾ, അവരുടെയൊക്കെ ഖബർ പ്രത്യേകമായി സന്ദർശിക്കുക എന്നുള്ളത്. അതായത് ഖബറുകൾ സന്ദർശിക്കാൻ പ്രത്യേകമായിട്ട് പുണ്യം കൽപ്പിക്കപ്പെടുന്ന മാസമാണ് എന്നുള്ളതാണ് അവരുടെ വിചാരം. ഖബർ സിയാറത്തിന് നമ്മളെതിരല്ല, ഖബർ സിയാറത്ത് ചെയ്യാം, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് രാത്രിയിൽ പോലും ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ എൻ്റെ അടുത്ത് കിടക്കും, അങ്ങനെ രാത്രിയിൽ ഉറക്കം ഉണരുമ്പോൾ പ്രവാചകനെ നോക്കുമ്പോൾ പ്രവാചകനെ കാണുകയില്ല. അന്വേഷിക്കുമ്പോൾ അതാ അങ്ങ് ബഖീഇലായിരിക്കും പ്രവാചകൻ. മദീന പള്ളിയുടെ മുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന ആ ശ്മശാനത്തിൽ ഖബറാളികൾക്ക് സലാം പറയാൻ വേണ്ടി, ഖബർ സിയാറത്തിന് വേണ്ടി പോയതായിരിക്കും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രാത്രിയിൽ പോലും ഖബർ സിയാറത്ത് ചെയ്യാം. പക്ഷേ അത് റജബിൽ പ്രത്യേകമായിട്ട് അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഒട്ടനവധി പ്രാർത്ഥനകൾ ഈ സന്ദർഭത്തിൽ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത ളാലിമിൻ എന്ന്, തൗബത അബ്ദിൻ ളാലിമിൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അത് എത്രയും ചൊല്ലാമെന്നാണ്. സാധാരണ നമ്പറുകൾ പറയാറുണ്ട്,
അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് രാവിലെ 70, വൈകുന്നേരം 70. സുബ്ഹാനൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് റജബിന്റെ ആദ്യ 10 സുബ്ഹാനല്ലാഹ് അൽ അഹദുസ് സ്വമദ്, രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹ് അർ റഊഫ്, മൂന്നാമത്തെ 10. അതുപോലെ തന്നെ പിന്നെ ഓരോ രാവിലെ, പ്രത്യേകിച്ച് 27-ാം രാവിലെ സൂറത്തുൽ ഇഖ്ലാസ് 11 തവണ. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോസ്റ്റർ തന്നെ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ അത് പഠിപ്പിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, അതൊക്കെ തന്നെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഇത് പാടില്ല, അത് തെറ്റാണ്, അത് ദുർബലമാണ്, അത് ബിദ്അത്താണ് എന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അള്ളാന്റെ റസൂല് ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടാനും സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടാനും ഉതകുന്ന എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് ഇവിടുന്ന് വഫാത്തായി പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ റസൂലുള്ളാന്റെ മാർഗം അതാണല്ലോ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് തീർച്ച. ആ റസൂലുള്ള പറയാത്തത്, പഠിപ്പിക്കാത്തത്, ചെയ്യാത്തത്, അവിടുന്ന് പ്രോത്സാഹിപ്പിക്കാത്തത്, അവിടുന്ന് സൂചന നൽകാത്തത് നമ്മൾ ദീനായിട്ട് ആചരിക്കാനോ അനുഷ്ഠിക്കാനോ പാടുള്ളതല്ല. മതത്തിൽ അതിരുകവിയ ചില ആളുകൾ ഒരുപാട് തവണ ഖുൽ ഹുവല്ലാഹു അത് ഓതുക. നിങ്ങൾ നോക്കൂ, ഇയ്യാകും വൽ ഖുലുവ ഫിദ്ദീൻ, മതത്തിൽ അതിര് കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഖുലുവ ഫിദ്ദീൻ, മുൻഗാമികൾ നശിക്കാനുള്ള കാരണം അവർ മതത്തിൽ അതിര് കവിഞ്ഞു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠം എന്താ? വജഅൽനാകും ഉമ്മതൻ വസത്വാ എന്നാണ്. മധ്യമ സമൂഹമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാ. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, ബിദ്അത്തുകളെ വർജിക്കുക എന്നുള്ളതാണ്. പൂർവ്വസൂരികളായ മഹാന്മാർ പറയാറുണ്ട്, ഇത്തബിഉ, നിങ്ങൾ നബിയെ പിൻപറ്റുക, വലാ തബ്തദിഉ, നിങ്ങൾ ബിദ്അത്തിനെ പിൻപറ്റരുത്, അതുണ്ടാക്കരുത് എന്നാണ്. ഫഖദ് കഫൈതും, നിങ്ങൾക്ക് ആ പൂർവ്വസൂരികളെ അനുധാവനം ചെയ്യുക, അത് മതിയാകുന്നതാണ് എന്നുള്ളതാണ്. വൽ ഖൈറ കുല്ലുൽ ഖൈർ ഫീ ഇത്തിബാഇ മൻ സലഫ്, എല്ലാ നന്മയും കുടികൊള്ളുന്നത് മുൻഗാമികളെ, പ്രവാചകനെയും സ്വഹാബത്തിനെയും പിൻപറ്റുന്നതിലാണ്. വശർറു കുല്ലു ശർരി ഫീ ഇബ്തിദാഇ മൻ ഖലഫ്, ഷർറ്, ദോഷം, തിന്മ അതെവിടെയാ? ഇതുപോലെ കള്ള ഹദീസുകളും വ്യാജ നിർമ്മിതികളുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളെ പിൻപറ്റുമ്പോഴാണ്. സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ മതത്തിലില്ലാത്തത് ആരെങ്കിലും പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, അതാണ് അഭികാമ്യമായിട്ടുള്ളത്. അതാണ് വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട്, അനാചാരങ്ങൾ വിട്ടുനിന്നുകൊണ്ട്, റജബിൻ്റെയും അതുപോലെ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളുടെ ആ ഹുർമത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുവാൻ അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.